ഹായ് ഫ്രണ്ട്സ്, പാലക്കാട് മീഡിയയുടെ മറ്റൊരു പുത്തൻ ടെക് വീഡിയോ ആണ്. കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു കിടിലൻ സ്മാർട്ട് വാച്ച്. ഇതാണ് തന്നെ സാധനം. ഇതിന് 10,000 ആണോ 5,000 ആണോ 8,000 ആണോ വില? അത്രയൊന്നും വിലയില്ല, വളരെ ചെറിയ വിലയുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു യൂസ്ഡ് റിവ്യൂ ആണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഐറ്റം. സ്പോർട്സ് ടൈപ്പ് വാച്ചാണിത്. ഔട്ട്ഡോർ റഗ്ഡ് സ്മാർട്ട് വാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫയർവോൾട്ട് 137 അതാണ് ഇതിൻ്റെ മോഡൽ കേട്ടോ. നമുക്കിതിൻ്റെ നേരെ ഇതിൻ്റെ സ്പെക്കിലേക്ക് പോകാം. അപ്പം 5,000 8,000 ഒക്കെ മുടക്കിയിട്ട് വാച്ച് വാങ്ങിക്കുന്നവർക്ക് ഇത് ഒരു അത്ഭുതമായിരിക്കും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് വർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ബോക്സിലെ സ്പെക്ക് ആദ്യമായിട്ട് നോക്കാം. ഇതൊരു യൂസ്ഡ് റിവ്യൂ ആണ്. നമ്മളിത് യൂസ് ചെയ്തിട്ട് സംഭവം അതുപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് റിവ്യൂ ചെയ്യുന്നത്. നമുക്ക് സ്പെക്കിലേക്ക് പോകാം. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഒന്ന് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. അതുപോലെ ബാറ്ററി പവർ സേവിങ് മോഡുണ്ട്. സേവിങ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യും. അതുപോലെ ട്രാക്ക് SpO2, അതായത് നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ, അതും നമുക്കിതിനകത്തുണ്ട്. അതുപോലെ വെതർ അപ്ഡേറ്റ്സ്, കാലാവസ്ഥ, അതൊക്കെ ഉണ്ട്. അതുപോലെ സ്ലീപ്പ് മോണിറ്ററിങ്, നമ്മൾ എത്ര നേരം ഉറങ്ങുന്നുണ്ട്, ആക്ടീവ്സ് വരെ നമുക്ക് മോണിറ്റർ ചെയ്തില്ല. അതുപോലെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, നമ്മുടെ വാട്സപ്പ് അങ്ങനെയുള്ള മെസ്സേജ് കാര്യങ്ങളെല്ലാം ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അതുപോലെ IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ താഴെ വീണാലും അങ്ങനെ വലിയ ചെറിയ ഡാമേജൊന്നും അങ്ങനെ വലിയ വിഷയമില്ല. ഇത് സ്പോർട്സ് ടൈപ്പ് സാധനമാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ഇതിന്. അതുപോലെ ക്യാമറ കൺട്രോളുണ്ട്. നമുക്ക് ഈ വാച്ച് ഉപയോഗിച്ച് തന്നെ അത് ക്ലിക്ക് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് കൂടി ഇതിലുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതിൻ്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ 1.39 ഇഞ്ച് HD ലാർജ് റൗണ്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ എൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 360 പിക്സലാണ് റെസൊല്യൂഷൻ പറയുന്നത്. ഇതിൽ കുറച്ച് സ്പോർട്സ് മോഡുകളുണ്ട്. അതിനെപ്പറ്റി പറയാം. നമ്മൾ ട്രെയിനിങ് മോഡ്സുകളാണ്. വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, ബാഡ്മിൻ്റൺ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇത് ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇത് പറയും. പിന്നെ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോണിറ്റർ ചെയ്ത കാര്യങ്ങൾ ഹാർട്ട് റേറ്റ്, ഹൃദയമിടിപ്പ്, അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓക്സിജൻ്റെ അളവ്, അതും ഉണ്ട്. അതുപോലെ സ്ലീപ്പ് മോണിറ്ററിങ്, നമ്മൾ ഉറങ്ങുന്നതിൻ്റെ, അതുപോലെ സെഡൻറ്ററി ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ സ്റ്റെപ്സ്, വെള്ളം കുടിക്കുന്നതിൻ്റെ, അതുപോലെ സ്റ്റെപ്സ് എത്രത്തോളം നടക്കുന്നുണ്ട്, അതുപോലെ കലോറീസ്, ഡിസ്റ്റൻസ്, മൾട്ടി മോഷൻ മോഡ്, അങ്ങനെ നമ്മുടെ ഹെൽത്ത് സംബന്ധമായ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇടും. പിന്നെ മെയിൻ കൺട്രോൾസ്, സ്മാർട്ട് വാച്ചിന് വരുന്ന മെയിൻ കൺട്രോൾസ്, ഇതിൻ്റെ ബ്രൈറ്റ്നസ് നല്ലപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെതർ, ടൈമർ, അലാറം, സ്റ്റോപ്പ് വാച്ച്, കാൽക്കുലേറ്റർ, അതുപോലെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാം. നമുക്ക് നല്ല രീതിയിൽ അത് കോള് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. അതുപോലെ സ്പീക്കറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കൂടെ കിട്ടിയ സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ചാർജർ, ഇതിൻ്റെ ഡേറ്റാ കേബിളാണ്. ഇത് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അഡാപ്റ്റർ ഇല്ല, നമ്മൾ 1 ആമ്പർ ചാർജർ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. പിന്നെ കൂടെയുള്ള സാധനങ്ങൾ, നമുക്കൊരു മൂവി കാണാനുള്ള ഒരു ഫ്രീ വൗച്ചർ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇത് ഉപയോഗപ്പെടുത്താം. ബുക്ക് മൈ ഷോ ആണ്. പിന്നെ ഉള്ളത് വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ. അതിൻ്റെ പുറകെ QR കോഡ് ഉണ്ട്. സ്കാൻ ചെയ്ത് വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് ഒരു ബോൾട്ട് പ്ലേ ആപ്പ് എന്ന് പറഞ്ഞ് മ്യൂസിക്, മൂവി അങ്ങനെയൊക്കെ കാണാനായിട്ടുള്ളൊരു ഓപ്ഷനോടെ QR കോഡ് വന്നിട്ടുണ്ട്. വാറണ്ടി നമുക്ക് 1 ഇയർ ആണ് വരുന്നത് ഈ വാച്ചിന്. നമ്മൾ വാറണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്യാം നമുക്ക്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള യൂസർ ഗൈഡ്, എല്ലാത്തിലും വരുന്ന പോലെ തന്നെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും യൂസ്ഡ് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ റബ്ബർ സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബോഡി മെറ്റൽ ബോഡിയാണ്, ചെറിയ വെയിറ്റൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വാച്ച്. ഇതിൻ്റെ 2 കൺട്രോൾസ് നിങ്ങൾ നോക്കണം. നമുക്ക് ഇതിൽ പ്രസ്സും ഉണ്ട്, നമുക്ക് തിരിക്കാൻ സാധിക്കും. തിരിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഓരോരോ വാച്ച് ഇൻ്റർഫേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല പക്ക ക്ലാരിറ്റിയാണ്, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഡിസ്പ്ലേയുടെ ഈ ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മളിത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. ഓരോരോ മോഡ് നമുക്ക് മാറ്റിയിടാനായിട്ട് പറ്റും. ഇത് തിരിച്ചാൽ മതിയാവും. ഞാൻ തിരിച്ചാണ് കാണിച്ചത്. അതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓഫായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകും, പ്രസ് ചെയ്ത് ഓണാവും. പിന്നെ അടിയിലൊരു സ്പോട്ട് മോഡുണ്ട്. നമുക്കത് വെച്ചാൽ അത് പ്രസ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ തിരിക്കാനുള്ളതില്ല. പക്ഷെ അതിലത് വാക്കിങ്, റണ്ണിങ്, എക്സസൈസിങ് ഓരോന്ന് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. വാക്കിങ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ് ബോൾ, അങ്ങനെ ഉണ്ട്. നിങ്ങൾ അടിയിലേക്ക് നോക്കിയാൽ മതി. അതെല്ലാം നമുക്ക് ഫിറ്റ്നസ്, നമ്മുടെ ആരോഗ്യ സംബന്ധമായ എല്ലാ സംഭവങ്ങളും ആണ്. അടിയിൽ തന്നെ പ്രസ് ചെയ്തത് ബാക്കിയും കൂടെയാണത്. പിന്നെ നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പം മെസ്സേജ്, വാട്സപ്പ് മെസ്സേജുകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്കിവിടെ കാണാം. അതുപോലെ ക്ലിയർ ചെയ്ത് വിടണമെങ്കിൽ ക്ലിയർ ചെയ്ത് വിടാം.
അപ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ചെയ്തിട്ടു. താഴേക്ക് സൈപ്പിൽ നേരെ വാച്ച് മോഡിലേക്ക് വന്നു. പിന്നെ മോഡിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റിങ്സും കാര്യങ്ങളും, കോളിങ്, അതുപോലെ ഒരു ടോർച്ച് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ആ ടോർച്ച് ഉദ്ദേശിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ടോർച്ച് ടച്ച് ചെയ്താൽ ഇങ്ങനെ സ്ക്രീൻ വൈറ്റിഷ് ആവും. അത്യാവശ്യം ബ്രൈറ്റ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ടോർച്ച് എഫക്റ്റ് നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ അതിനകത്ത്. ടോർച്ച് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പിന്നെ കോളിങ്, അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഫംഗ്ഷൻ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇവിടെ എല്ലാം ഓണാണ്. ഫോൺ ഓണാണ്, ഓഡിയോ ബ്ലൂടൂത്ത് ഓണാണ്. റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. കോളിൻ്റെ ഇപ്പുറം തന്നെ ഉള്ളത് ഇത് മെനു ഓരോ ഹണികോംബോ എന്നുള്ള മെനു ഓരോ സ്റ്റൈലിൽ നമുക്ക് മാറ്റിയിടാനായിട്ടുള്ളതാണ്. അതുപോലെ ബ്രൈറ്റ്നസ്, ഈ ബ്രൈറ്റ്നസ് ഞാൻ ഇപ്പോൾ ഇത്ര ഇട്ടേക്കുന്നത്, അതിന് കൂട്ടി കാണിക്കും. ഇത് മാക്സിമം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, കൂട്ടിയിടാൻ പറ്റും, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ നമുക്ക് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ താഴേക്കുള്ളത് ഞാൻ കാണിച്ചു, മുകളിലേക്കുള്ളതും കാണിച്ചു. പിന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചില നമ്മുടെ ആക്ടിവിറ്റീസാണ്, നമ്മുടെ ഹെൽത്ത് സംബന്ധമായത്. സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ ലെവൽ, സ്ട്രെസ്സ്, വെതർ, അങ്ങനെയുള്ളതെല്ലാം അവിടെ വരുന്നത്. നമ്മളത്രയും പോയി പിന്നെ മെയിൻ ഇതിലേക്ക് വന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ, കാൽക്കുലേറ്ററും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പല കോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡയൽ ചെയ്ത് കോൾ വിളിക്കാനായിട്ടൊക്കെ പറ്റും. അങ്ങനെയുള്ള എല്ലാ കേസുകളും ഉണ്ട്. ഇതാണ് അതിൻ്റെ മെനു. ഏറെക്കുറെ എല്ലാ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പെയർ ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫയർവോൾട്ട് 137 എന്നാണ് മോഡൽ, കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അത് സ്പീക്കറുണ്ട് ഇതിൽ, നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ സാധിക്കും. അപ്പം ഇനി അതൊന്നും നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഞാൻ മാക്സിമം വോളിയം ഇട്ടിരിക്കുന്നത്, മാക്സിമം വോളിയത്തെ നിങ്ങൾ ഇത്ര നേരം കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തന്നെ ഞാൻ വണ്ടർ അടിച്ചു പോയി. ഇത്രയും ചെറിയൊരു വാച്ചിൽ നിന്ന് ഇത്രയും അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള സൗണ്ടിൽ ഇതേ പാട്ട് കേൾക്കാൻ പറ്റുന്നു. ഒരു വാച്ചിൽ നിന്ന് കിട്ടാവുന്നതിലും മാക്സിമം ക്വാളിറ്റിയാണ് ആ മ്യൂസിക്കിന് കിട്ടിയത്. അതും എനിക്ക് ശരിക്ക് ഇഷ്ടമായി. അപ്പം നിങ്ങൾ പാട്ടിൻ്റെ ക്വാളിറ്റി കേട്ടല്ലോ. നിങ്ങളിപ്പോൾ കോളാണെങ്കിൽ പോലും നല്ല ഈ ക്വാളിറ്റി തന്നെ ആ കോളിനും ഉണ്ട്. സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ നിന്ന് നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് അവർ പറയുന്നത് നല്ല ക്ലാരിറ്റി ആയിട്ട് കേൾക്കാനും സാധിക്കും. അതുപോലെ നമുക്ക് തിരിച്ച് പറയുന്നത് അവർക്കും കേൾക്കാം. മൈക്കൊക്കെ ഉണ്ട്. അപ്പം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസാണ് ഈ വാച്ച്. നമ്മൾ ചാർജർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്താ ഇങ്ങനെ കാണിക്കും, ചാർജിങ് എന്ന് കാണിക്കും. ഇത് ഫുള്ളായി കഴിയുമ്പോൾ ഇവിടെ ചാർജ് ഫുള്ളെന്ന് കാണിക്കും. ഈ ചാർജിങ് എന്നല്ല കാണിക്കുന്നത്, ഇവിടെ ഫുള്ളെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ അൺപ്ലഗ് ചെയ്താൽ മതി. അങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എടുത്താൽ മതി. നമ്മുടെ ബോക്സൊക്കെ കിടക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 15,999 രൂപ അതിൻ്റെ ബോക്സേ കിടക്കുന്നു. പക്ഷേ ഞാനിത് വാങ്ങിച്ച വെറും 1,500 രൂപയ്ക്ക് വാച്ച് വാങ്ങിച്ചത്. നമുക്ക് ഓൺലൈൻ പ്രൈസ് 1,500 എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ പർച്ചേസ് ലിങ്ക് പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വലിയ വേരിയേഷനൊന്നും വന്നിട്ടില്ല നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈസയ്ക്ക് നല്ല ലാഭമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിരുന്നത് നിങ്ങളൊരു സ്റ്റൈലിഷ് വാച്ചാണ് നോക്കുന്നതെന്നും അതുപോലെ ബഡ്ജറ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ളത് വാച്ചാണ് നോക്കുന്നത്, നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ വാച്ചിൻ്റെ ഒരു പർച്ചേസിംഗ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രയോജനപ്രദമായ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.